നോൺ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസും റിസൾട്ടുകളുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം അതിൻ്റെ ജനറൽ ഫോം നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളത് തന്നെയാണ്, ഒന്നുകൂടി പറയാം. n of x into d raised to n y by dx raised to n plus n minus 1 of x into d raised to n minus 1 y by dx raised to n minus 1 plus etc. plus a1 of x into dy by dx plus a0 of x into y equal to g of x. ഇവിടെ d raised to n y by dx raised to n കൊണ്ട് ഉദ്ദേശിക്കുന്നത് y-യുടെ nth ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x. അതുപോലെ d raised to n minus 1 y by dx raised to n minus 1 എന്നുള്ളത് y-യുടെ n minus 1th ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x. അതുപോലെ അങ്ങനെ പോകുന്നു. ഇനി g of x 0 ആണെങ്കിൽ നമ്മൾ അതിനെ ഹോമോജിനസ് ഇക്വേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ എന്താണെന്നാണ് പറയുന്നത്. y എന്നുള്ളത് ഏതെങ്കിലും ഫങ്ഷൻ ഓഫ് x ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ആർബിട്രറി കോൺസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത, അതാണ് ഫ്രീ ഓഫ് ആർബിട്രറി പാരാമീറ്റേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർബിട്രറി പാരാമീറ്റേഴ്സ് ഒന്നും ഇൻവോൾവ് ചെയ്യാത്ത ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ, അതായത് ആ വൈക്ക് പകരം ഇവിടെ വൈപ്പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ അതിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. സാധാരണ അത് ഡിനോട്ട് ചെയ്യുന്നത് YP എന്നാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, പർട്ടിക്കുലർ സൊല്യൂഷനിൽ ആർബിട്രറി പാരാമീറ്റേഴ്സ്, അതായത് C1 C2 അങ്ങനെയുള്ള ആർബിട്രറി കോൺസ്റ്റൻസ് ഒന്നും ഉണ്ടായിരിക്കുകയില്ല. നമുക്ക് എക്സാമ്പിൾസ് പിന്നീട് നോക്കാം. ഇനി ജനറൽ സൊല്യൂഷൻ ആണ് പറയുന്നത്. നോൺ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ y1 y2 എക്സെട്ര yn കറസ്പോണ്ടിങ് അസോസിയേറ്റഡ് ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഒരു നോൺ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അസോസിയേറ്റഡ് ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുകയാണെങ്കിൽ അതിങ്ങനെയാണ്. അവിടെ g of xന് പകരം 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അത് ഹോമോജിനസ് ആയിരിക്കും. g of x മാറ്റിയിട്ട് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാണോ അതാണ് അതിൻ്റെ അസോസിയേറ്റഡ് ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ അതൊരു nth ഓർഡർ ഹോമോജിനസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ആയിരിക്കണം, അതുപോലെ തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിരിക്കണം. nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷനിൽ n സൊല്യൂഷൻ ഉണ്ടായിരിക്കും. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ 2, തേർഡ് ഓർഡർ ആണെങ്കിൽ 3, അങ്ങനെ. അപ്പോൾ അവർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും കൂടി ആണെങ്കിലാണ് നമ്മളതിനെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. സോ y1 y2 എക്സെട്ര yn കറസ്പോണ്ടിങ് അസോസിയേറ്റഡ് ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ആണെന്നും YP അതിൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ആണെന്നും വിചാരിക്കുക. നോൺ ഹോമോജിനസിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷനാണ് YP. ദെൻ y1 y2 എക്സെട്ര yn കറസ്പോണ്ടിങ് ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷനുമാണെങ്കിൽ നമ്മുടെ ഇതാണ് 1 എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു നോൺ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് 1 എന്നുള്ളത് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. വീണ്ടും എഴുതാൻ അതിന് പകരമാണ് 1 എന്നുള്ളത് എഴുതിയിട്ടുള്ളത്. സോ 1ൻ്റെ, അതായത് ഈ ഒരു നോൺ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ ഇങ്ങനെയായിരിക്കും. y ഈക്വൽ ടു C1 y1 പ്ലസ് C2 y2 പ്ലസ് എക്സെട്ര പ്ലസ് Cn yn പ്ലസ് YP. അവിടെ YP അതിൻ്റെ ആ നോൺ ഹോമോജിനസിൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷനും y1 y2 എക്സെട്ര yn എന്നുള്ളത് അതിൻ്റെ അസോസിയേറ്റഡ് ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷനും ഈ ഒരു ഫോർമാറ്റിലായിരിക്കും അതിൻ്റെ ജനറൽ സൊല്യൂഷൻ വരുന്നത്. നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ്റെ അവിടേക്ക് കടന്നിട്ടില്ല, എന്നാലും അതിൻ്റെ ഒരു ഫോർമാറ്റ് പറഞ്ഞതാണ്. ഇങ്ങനെയായിരിക്കും ഒരു നോൺ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കുക. ഇനി y ഈക്വൽ ടു C1 y1 പ്ലസ് C2 y2 പ്ലസ് എക്സെട്ര പ്ലസ് Cn yn പ്ലസ് YP നോൺ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1ൻ്റെ ജനറൽ സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ ഈ YP ഒഴികെ ബാക്കിയുള്ള ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ, അതായത് C1 y1 പ്ലസ് C2 y2 പ്ലസ് എക്സെട്ര Cn yn, അതിനെ നമ്മൾ YC എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതിനെയാണ് ഇക്വേഷൻ 1ൻ്റെ, അതായത് നോൺ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഇതാണ്. അതിൻ്റെ അസോസിയേറ്റഡ് ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനാണിത്. അതിനെയാണ് നോൺ ഹോമോജിനസിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്.
നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആദ്യം അസോസിയേറ്റഡ് ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുന്നു. അതായത് g(x) മാറ്റിയിട്ട് അവിടെ =0 കൊടുത്തിട്ട് അത് നമ്മൾ ഓൾറെഡി അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസിൻ്റെ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കാണുന്നു. അതിനുശേഷം നോൺ ഹോമോജിനസിൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ yp കണ്ടുപിടിക്കുന്നു. ദെൻ ഈ ഒരു ഫോർമാറ്റിൽ y = c1y1 + c2y2 + എക്സെട്ര + cn(yn) + yp ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നോൺ ഹോമോജിനസിൻ്റെ ജനറൽ സൊല്യൂഷൻ. ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ നോൺ ഹോമോജിനസിൻ്റെ ജനറൽ സൊല്യൂഷൻ ഇങ്ങനെയായിരിക്കും: c1y1 + c2y2 + yp. അതിൽ c1y1 + c2y2 ആയിരിക്കും അതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ ഇതാണ് നോൺ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. തേർഡ് ഓർഡർ ആണ്. y -6y + 11y - 6y = 3x. ഇതാണ് അവിടുത്തെ നോൺ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. സോ ഡയറക്റ്റ് ആയിട്ട് അവർ അതിൻ്റെ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. yp of x = -11/12 - 1/2x എന്നുള്ളത് ഈ ഒരു നോൺ ഹോമോജിനസിൻ്റെ സൊല്യൂഷനാണ്. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് വരിക: ypയുടെ ഡാഷ് ഇവിടെ ട്രിപ്പിൾ ഡാഷ് വരെ ഉണ്ട്. സോ ypയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇത് കോൺസ്റ്റൻ്റ് ആണ്, 0 ആണ്. -1/2x എന്നുള്ളത് 2x എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. 2xൻ്റെ ഡെറിവേറ്റീവ് 2. അപ്പോൾ ഒരു kxൻ്റെ ഡെറിവേറ്റീവ് k ഈ ഒരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. സോ -1/2 ആണ് yp ഡാഷ്. ദെൻ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ yp ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. സോ yp ട്രിപ്പിൾ ഡാഷും 0 ആണ്. സോ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ yക്ക് പകരം yp നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. സോ y ട്രിപ്പിൾ ഡാഷ് എന്നുള്ളത് yp ട്രിപ്പിൾ ഡാഷ് ആവും. -6yp ഡബിൾ ഡാഷ് + 11yp ഡാഷ് -6yp. അതെന്താണെന്ന് നമുക്ക് =3x എന്ന് കിട്ടണം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിലാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയാം. നമുക്കത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. yp ട്രിപ്പിൾ ഡാഷ് 0 ആണ്, yp ഡബിൾ ഡാഷും 0 ആണ്. സോ -6 × 0 + 11 × yp ഡാഷ് -1/2 ആണ്. അതിവിടെ എഴുതിയിട്ടുണ്ട് -1/2 -6 × y എന്ന് പറഞ്ഞാൽ yക്ക് പകരം അവിടെ yp -11/12 × -1/2x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ -11/2, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ +11/2. 6 × 12 ക്യാൻസൽ ആയിട്ട് അവിടെ 2 ആവും. ഇവിടെ -6 × -1/2x + 3x എന്ന് വരും. ഇത് ക്യാൻസൽ ആവും, 3x എന്ന് കിട്ടും. സോ yp എന്നുള്ളത് ഇപ്പോൾ തന്നിട്ടുള്ളത് ഇതിൻ്റെ സൊല്യൂഷനാണ്, പർട്ടിക്കുലർ സൊല്യൂഷനാണ് നോൺ ഹോമോജിനസിൻ്റെ. ദെൻ ഇതിൻ്റെ അസോസിയേറ്റഡ് ഹോമോജിനസ് എന്ന് പറഞ്ഞാൽ അവിടെ 3xന് പകരം 0 എന്ന് കൊടുക്കുക. ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുന്നതിൽ ഏറ്റവും ആദ്യത്തെ പ്രോബ്ലം ഇതായിരുന്നു. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാവുക y = c1e(x) + c2e(2x) + c3e(3x). അവിടെ ഓക്സിലറി ഇക്വേഷൻ ഒരു ഇങ്ങനെ വരും: m³ - 6m² + 11m - 6 = 0. സോൾവ് ചെയ്യുമ്പോൾ എമ്മിന് 1, 2, 3 എന്നുള്ള വാല്യൂസ് കിട്ടും. എന്നിട്ട് ഇങ്ങനെ ജനറൽ സൊല്യൂഷൻ കിട്ടും. നമ്മൾ അവിടെ അതിനെ y എന്നായിരിക്കും. ഇവിടേക്ക് വരുമ്പോൾ നോൺ ഹോമോജിനസിലേക്ക് വരുമ്പോൾ അസോസിയേറ്റഡ് ഹോമോജിനസിൻ്റെ സൊല്യൂഷൻ നമ്മൾ yc എന്നുള്ള നൊട്ടേഷനിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. ഇതാണ് ഇവിടുത്തെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. ഇനി yp ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ജനറൽ സൊല്യൂഷൻ yc + yp ആണ്. ഇനി അങ്ങനെ ഓർത്തിരുന്നാൽ മതി. yc + yp ആണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ. സോ yc ഇതാണ് +yp -11/2 - 1/2x. അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ, അതായത് y ട്രിപ്പിൾ ഡാഷ് മൈനസ് ഇത് =3x എന്നുള്ള നോൺ ഹോമോജിനസിൻ്റെ ജനറൽ സൊല്യൂഷനായി. ഇത് ചെയ്യാനുള്ള മെത്തേഡുകൾ നമ്മൾ പിന്നീടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഹോമോജിനസിൻ്റെ കേസിൽ നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതേപോലെ തന്നെ നോൺ ഹോമോജിനസിൻ്റെ കേസിലും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉണ്ട്. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സോ നമുക്കത് നോക്കാം. yp1 yp2 എക്സെട്ര ypk ഒരു നോൺ ഹോമോജിനസ് ലീനിയർ nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ k ഡിഫറെൻറ്റ് ഫങ്ഷൻസിന്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫങ്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള
കെ സൊല്യൂഷൻസ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ അവിടെ നോൺ ഹോമോജിനസിന് പകരം ഹോമോജിനസിൻ്റെ കേസിൽ ഹോമോജിനസിൻ്റെ y1 y2 എക്സെട്ര yk എന്നുള്ളത് അതിൻ്റെ കെ സൊല്യൂഷൻ കെ അല്ലെങ്കിൽ ആറോ അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ്. സോ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനും സൊല്യൂഷൻ ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഹോമോജിനസിൻ്റെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല, ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ജി ഓഫ് എക്സ് മാറുന്നുണ്ട്. അതായത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, yp1 എന്നുള്ളത് ഇതിൻ്റെ സൊല്യൂഷൻ an ഓഫ് എക്സ്, ഇത് y റേസ് ടു എന്ന് വെച്ചാൽ d റേസ് ടു n y ബൈ ഡി എക്സ് റേസ് ടു n. നമ്മൾ y ഡാഷ് dy ബൈ ഡി എക്സ്, y ഡബിൾ ഡാഷ് ഡി സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ ഇങ്ങനെ എഴുതുന്നതിന് പകരം ഈ ഒരു നൊട്ടേഷൻ എടുത്തു എന്ന് മാത്രം, ഒന്നുകൂടി ഷോർട്ട് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു നൊട്ടേഷൻ എടുത്തതാണ്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ g1 ഓഫ് എക്സ് ഈക്വൽ ടു g1 ഓഫ് എക്സ് ആകുമ്പോൾ, g1 ഓഫ് എക്സ് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അപ്പോൾ ഉള്ള പർട്ടിക്കുലർ സൊല്യൂഷനാണ് yp1. ഇനി ഈക്വൽ ടു വേറൊരു g2 ഓഫ് എക്സ് വേറൊരു ഫംഗ്ഷൻ ആകുമ്പോൾ ഉള്ള പർട്ടിക്കുലർ സൊല്യൂഷനാണ് yp2. അങ്ങനെ ypk വരെ. ഇപ്പോൾ ഇവിടെ gk ഓഫ് എക്സ് ആകുമ്പോൾ ഉള്ള പർട്ടിക്കുലർ സൊല്യൂഷനാണ് ypk. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സമ്മ് yp ഓഫ് എക്സ് എന്നുള്ളത് yp1 പ്ലസ് yp2 പ്ലസ് എക്സെട്ര പ്ലസ് ypk. ഈ ഒരു നോൺ ഹോമോജിനസിൻ്റെ അത് അവിടുത്തെ എല്ലാ ഫങ്ഷൻസും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്കതൊരു മറ്റൊരു ഫംഗ്ഷനായിട്ട് ഇതിനൊരു ജി ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും yp1 പ്ലസ് yp2 പ്ലസ് എക്സെട്ര പ്ലസ് ypk. ഈ ഒരു മെത്തേഡാണ് നമ്മളിനി നോൺ ഹോമോജിനസ് സോൾവ് ചെയ്യുമ്പോൾ പറയാം. ചിലപ്പോൾ ഒരു സിംഗിൾ ഫംഗ്ഷൻ ആവില്ല, 2 or 3 ഫംഗ്ഷൻസിൻ്റെ സമ്മായിരിക്കും അവിടെയുള്ള കറസ്പോണ്ടിങ് ഈക്വൽ ടു എന്നുള്ള ജി ഓഫ് എക്സ്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരും, ഇ റേസ് ടു 2x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സൈൻ എക്സ്. ഈ രീതിയിലൊക്കെ ജി ഓഫ് എക്സ് വരാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈക്വൽ ടു ഇ റേസ് ടു 2x ആകുമ്പോൾ ഉള്ള yp ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കും, പർട്ടിക്കുലർ സൊല്യൂഷൻ. അതിനെ yp1 എന്ന് വിളിക്കും. ഇനി അത് മാറ്റിയിട്ട് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആകുമ്പോൾ ഉള്ള പർട്ടിക്കുലർ സൊല്യൂഷനെ നമ്മൾ yp2 എന്ന് വിളിക്കും, അത് കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. പിന്നെ ഈക്വൽ ടു സൈൻ എക്സ് ആകുമ്പോൾ ഉള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കും. ദെൻ നമ്മുടെ തന്നിട്ടുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആ yp1ഉം yp2ഉം yp3 കൂടെ 3 ഫംഗ്ഷനാണ്, അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും തന്നതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ ആ ഒരു റിസൾട്ട്, ആ ഒരു തിയറിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈക്വൽ ടു g1 ഓഫ് എക്സ് ആകുമ്പോൾ ഉള്ള പർട്ടിക്കുലർ സൊല്യൂഷൻ yp1, ഈക്വൽ ടു g2 ഓഫ് എക്സ് ആകുമ്പോൾ ഉള്ള പർട്ടിക്കുലർ സൊല്യൂഷൻ yp2, ഈക്വൽ ടു g3x ആകുമ്പോൾ yp3, അങ്ങനെ ഈക്വൽ ടു gk ഓഫ് എക്സ് ആകുമ്പോൾ ഉള്ളത് ypk ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ അവരുടെ സമ്മ്, അതിനെ നമ്മൾ ypx എന്ന് ഷോർട്ടായിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ആ ഒരു സമ്മ് ഇത് ഈക്വൽ ടു g1 ഓഫ് എക്സ് പ്ലസ് g2 ഓഫ് എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് gk ഓഫ് എക്സ് ആകുമ്പോൾ ഉള്ള ആ നോൺ ഹോമോജിനസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ പറയുന്നത്. നമുക്കതൊരു എക്സാമ്പിളിലൂടെ ഒന്നും കൂടി ക്ലിയർ ആക്കാം. ഇതെല്ലാം സോൾവ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പിന്നീടാണ് പഠിക്കുന്നത്. ഇതെങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ്റെ ഒരു സ്ട്രക്ചർ എന്നാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഒരു ഭാഗം എല്ലാറ്റിലും സെയിം ആണ്. ഈ ഒരു ഫങ്ഷൻസ് ആണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. അപ്പോൾ y ഡബിൾ ഡാഷ് മൈനസ് 3y ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു മൈനസ് 16x സ്ക്വയർ പ്ലസ് 24x മൈനസ് 8. ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷനാണ് yp1 ഈക്വൽ ടു മൈനസ് 4x സ്ക്വയർ. വേണമെങ്കിൽ ഒരെണ്ണം ഞാനിവിടെ വെരിഫൈ ചെയ്യാം. ഇവിടെ yp1 മൈനസ് 4x സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് വരാൻ മതി, മൈനസ് 8x എന്ന് വരും. ദെൻ yp1ൻ്റെ ഡബിൾ ഡാഷ് മൈനസ് 8 എന്ന് വരും. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. yp ഡബിൾ ഡാഷ് മൈനസ് 3yp ഡാഷ് പ്ലസ് 4yp ഈക്വൽ ടു എന്താ വരിക എന്ന് നോക്കാം. yp ഡബിൾ ഡാഷ് മൈനസ് 8 ആണ്. 3yp ഡാഷ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു മൈനസ് 3yp ഡാഷ് ആണ്. സോ പ്ലസ് 24x എന്ന് വരും. ഇനി 4 ഇൻറ്റു yp, അപ്പോൾ 4 ഇൻറ്റു മൈനസ് 4x സ്ക്വയർ മൈനസ് 16x സ്ക്വയർ ഓർഡറിൽ എഴുതിയാൽ മതി. മൈനസ് 16x സ്ക്വയർ പ്ലസ് 24x മൈനസ് 8. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനാണ് yp1. ഇതേപോലെ തന്നെ yp2
ഈക്വൽ ടു 2 ഇൻറ്റു ഇ റേസ് ടു 2x ആകുമ്പോഴുള്ള സൊല്യൂഷനാണ് YP2. നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതേപോലെ തന്നെ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്, ഇവിടെ പ്രോഡക്റ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്യണോട്ടോ. അതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. YP3യുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്. അപ്പോൾ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക, എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ്. ഇനി ഇതിൻ്റെ അടുത്ത ഡെറിവേറ്റീവ് കാണുമ്പോൾ ഇവിടെ വീണ്ടും പ്രൊഡക്റ്റ് റൂൾ വേണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ YP3 ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ആണെന്ന് കിട്ടും. ഇനി ഈ ഒരു കാര്യം കൂടി നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഇവരുടെ സമ്മ് YP1 പ്ലസ് YP2 പ്ലസ് YP3, അതിനെ ഞാൻ YP എന്ന് വിളിക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു. -4x² പ്ലസ് ഇ റേസ് ടു 2x പ്ലസ് എക്സ് ഇ റേസ് ടു എക്സ് എന്നുള്ളത് ഇതാണ് നമ്മുടെ G1 ഓഫ് എക്സ്. ഇത് G2 ഓഫ് എക്സ്, അതായത് ഈ ഒരു ഫംഗ്ഷൻ 2 ഇ റേസ് ടു 2x. ഇത് നമ്മുടെ G3 ഓഫ് എക്സ്. അപ്പോൾ നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ YP1 പ്ലസ് YP2 പ്ലസ് YP3, അതായത് ഇവരുടെ ഈ 3 പർട്ടിക്കുലർ സൊല്യൂഷൻ്റെ സമ്മ് ഏതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും? ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് മൈനസ് 3y പ്ലസ് 4y ഈക്വൽ ടു G1 ഓഫ് എക്സ് പ്ലസ് G2 ഓഫ് എക്സ് പ്ലസ് G3 ഓഫ് എക്സ്. ഇവിടെ k എന്നുള്ളത് 3, അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ പറയുന്നത്. സോ y ഡബിൾ ഡാഷ് മൈനസ് 3y പ്ലസ് 4y ഈക്വൽ ടു -16x² പ്ലസ് 24x മൈനസ് 8. ഇതാണ് നമ്മുടെ G1 ഓഫ് എക്സ് പ്ലസ് 2 ഇ റേസ് ടു 2x, അതാണ് നമ്മുടെ G2 ഓഫ് എക്സ് പ്ലസ് 2x ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ്, അതാണ് നമ്മുടെ G3 ഓഫ് എക്സ്. ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും ഈ YP, അതായത് ഈ 3 സമ്മ്. ഇതാണ് അവിടെ പറഞ്ഞത്. ഇത് ഇവിടെ വെരിഫൈ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. YPയുടെ ഡാഷ് അതുപോലെ YPയുടെ ഡബിൾ ഡാഷ് അത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തത്തിൻ്റെയാണ് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. YP ഡബിൾ ഡാഷ് -3YP ഡാഷ് പ്ലസ് 4YP ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ കിട്ടും. അതെന്തായാലും കിട്ടും, നിങ്ങളതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക.